വെൽക്കം ടു കുട്ടി കുട്ടി വ്ളോഗ്സ്. നമ്മൾ ചെയ്യുന്നത് കപ്സേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കപ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിറ്റ് വാങ്ങാൻ കിട്ടും. അതിലെല്ലാ പൊടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ചിക്കനിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചതാണ്. ഇനി ഇത് സൺഫ്ലവർ ഓയിൽ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച് ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ എണ്ണയിലേക്ക് പട്ട, കുരുമുളക്, ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കപ്സ കിറ്റിൽ കിട്ടിയ മസാല ചേർത്ത് കൊടുക്കാം. നമ്മളെ വീട്ടിൽ ഇതുപോലെ പൊടിയൊക്കെ പൊടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ കപ്സേൻ്റെ കിറ്റൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, അരി മാത്രം വാങ്ങിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മളെ തക്കാളി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും അതുപോലെ തന്നെ കരിച്ചെടുത്ത നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കപ്സരി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 വട്ടം നന്നായിട്ട് കഴുകിയെടുത്ത് ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തത് 2.25 ഗ്ലാസ് അരിയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 വിസിലാവുമ്പോൾ ഇത് ഓഫാക്കി കൊടുക്കാം. ഈ ഒരു കപ്സ റെസിപ്പി നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അധികം ടൈമൊന്നും എടുക്കില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കിറ്റാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും അതിൽ തന്നെ ഉണ്ടാവും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് നമ്മൾ കമൻറ്റിൽ അറിയിക്കണം. ചാച്ചാ ബൈ ബൈ.